ഹലോ ജഡ്ജസ്, ഹലോ MES, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഹൈന, 2008 ബാച്ചാണ്. ഈ ഇടയായിട്ട് കുറുവ സു എന്ന അപരനാമത്തിലാണ് എന്നെ എല്ലാവരും അറിയപ്പെടുന്നത്. ഇവിടെ എത്ര പേര് കല്യാണം കഴിഞ്ഞവരുണ്ട്? ഇവിടെ എത്ര പേര് കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്? കല്യാണം കഴിച്ചിട്ടും കഴിക്കാതെ പോലെ നടക്കുന്നവർ എത്ര പേരുണ്ട്? അവിഹിതമല്ല ഉദ്ദേശിച്ചത്, ബാച്ചിലേഴ്സ് ഉണ്ടോ ഇവിടെ? എൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 പിള്ളേരുണ്ട്. മൂത്ത ആള് 15 വയസ്സാണ്, ജെൻസിയാണ്. അവൻ്റെയൊക്കെ ഫ്രണ്ട്സ് വീട്ടിൽ വരുമ്പോൾ കൂൾ മമ്മി ആവാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട്, എടാ മോനെ, ഡു യു വാണ്ട് ബർഗർ, വുഡ് യു ലൈക്ക് ടു ഓർഡർ പിസ്സ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഞാൻ പോയി ചോദിക്കും, എടാ ഹൗസ് ലൈഫ്, ഡു യു ഹാവ് ഗേൾ ഫ്രണ്ട്? അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്നെ അതിശയിപ്പിച്ച്. അവൻ പറയാണ്, ആൻറ്റി, ഐ ഡോണ്ട് ബിലീവ് ഇൻ റിലേഷൻഷിപ്സ്, ഐ എം ജസ്റ്റ് ഇൻ എ ടേസ്. ടേസ് എന്താണെന്ന് അറിയോ ആർക്കെങ്കിലും? ഇല്ല. ടോക്കിംഗ് ഫേസ്, അതായത് സംസാരിക്കുക, സൊള്ളുക. നമ്മളുടെയൊക്കെ സമയത്ത് ആകെ ഉണ്ടായിരുന്നത് വായ്നോട്ടമാണ്. നാട്ടിൽ കൊല്ലത്തിൽ ഒരു 2 മാസം നാട്ടിൽ പോകും. അപ്പോൾ ഏതെങ്കിലും കല്യാണം സമയത്ത് പോകാൻ നേരത്ത് നല്ല 1-2 ചെക്കന്മാർ നോക്കി നമ്മൾ വായി നോക്കും. ഇതല്ലേ നമ്മൾ ചെയ്യാറ്. പക്ഷെ ഇപ്പം അതൊന്നുമല്ല, ഭയങ്കര ഡെവലപ്ഡാണ്. എൻ്റെ മോൻ ഈയിടെയായിട്ടൊരു ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുക. അവനോട് ഞാൻ ചോദിച്ച്, എടാ എന്ത് പറ്റി, നീ സീരിയസ് ആയിരുന്നല്ലോ, എന്ത് പറ്റി ഇത് പൊട്ടാൻ? അപ്പോൾ അവൻ പറയാണേ, ഉമ്മ, ഐ വാസ് സീരിയസ് വിത്ത് ഹർ, ബട്ട് ഷീ വാസ് ജസ്റ്റ് ബ്രെഡ് ക്രംബിങ് മീ. പക്ഷെ ഞാൻ വിടോ, ഐ വാസ് റോച്ചിങ് ഹർ ഉമ്മ. എന്നിട്ട് ഷീ സ്റ്റാർട്ടഡ് ഗോസ്റ്റിംഗ് മീ. അറ്റ് ദി എൻഡ്, ആഫ്റ്റർ എ വീക്ക്, ഷീ സോംബിഡ് ബാക്ക് ഇൻ ടു മൈ ലൈഫ്. ഈ ഒരു പോയിന്റ് എത്തിയപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. ഹനുമാൻ കഴിഞ്ഞിൻ്റെ പാട്ട് കേട്ട ഒരു അവസ്ഥയായിരുന്നു. റാപ്പ് പാട്ടില്ലേ, ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഗൂഗിൾ റിസർച്ച് ചെയ്തു. ഈ ഗൂഗിളിനകത്ത് നോക്കിയപ്പോൾ നമ്മളുടെയൊക്കെ കാലത്ത് എത്ര റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഉണ്ട്? സിംഗിൾ, മാരീഡ്, ഡിവോഴ്സ്ഡ്, പിന്നെ കൂടിപ്പോയാൽ ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. പക്ഷേ ഇവർക്കുണ്ടല്ലോ ഫ്ലേർട്ടേഷൻഷിപ്പ്, ടെക്സ്റ്റേഷൻഷിപ്പ്, പിന്നെയും കുറേ ഷിപ്പുണ്ട്. അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ടൈറ്റാനിക് ഷിപ്പ്. ടൈറ്റാനിക് പടം എല്ലാവരും കണ്ടല്ലേ? അതിൽ നമ്മളെന്താ കണ്ടുള്ളത്? കപ്പൽ മുങ്ങുന്നു അല്ലേ? പക്ഷേ അതിൽ വേറൊരു അടിപൊളി സംഭവമുണ്ട്. ഈ ഹീറോ എന്ന് പറഞ്ഞ ഡിക്കാപ്രിയോ ചേട്ടൻ, പുള്ളി പ്രേമിക്കണത് ആരെയാ? വേറൊരുത്തൻ കെട്ടാൻ വെച്ചിരിക്കുന്ന ഫിയോൺസേനെയാണ് ഇയാൾ പ്രേമിക്കുന്നത്. അതായത് വേറൊരുത്തൻ്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണറായിട്ടുള്ള ഡിങ്കോൾഫിനെയാണ് ഈ ടൈറ്റാനിക് ഷിപ്പ് എന്ന് പറയുന്നത്. ഈ ടൈറ്റാനിക് ഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ബാക്കിലിരിക്കുന്ന കുറച്ച് ചേട്ടന്മാരുടെ മുഖത്തൊരു കള്ള ലക്ഷണമൊക്കെ ഞാൻ കണ്ടു. ടൈറ്റാനിക് മുങ്ങിയ പോലെ നിങ്ങളുടെ കപ്പൽ മുങ്ങാതിരിക്കാൻ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. ശുഭദിനം.